ഡൽഹിയിലെ 7 ലോക്സഭാ സീറ്റുകളിലും ബി.ജെ.പി. സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്ത് സജീവം. ആം ആദ്മി പാർട്ടി മത്സരിക്കുന്ന 4 സീറ്റിലെ സ്ഥാനാർത്ഥികളും പ്രചരണ രംഗത്തുണ്ട്. എന്നാൽ ആം ആദ്മി പാർട്ടിയുമായി സഖ്യത്തിൽ മത്സരിക്കുന്ന കോൺഗ്രസ് ഇതുവരെ 3 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിൽ നോർത്ത് വെസ്റ്റ് ഡൽഹി, നോർത്ത് ഈസ്റ്റ് ഡൽഹി, ചാന്ദിനി ചൌക്ക് എന്നീ സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. ഈസ്റ്റ് ഡൽഹി, സൗത്ത് ഡൽഹി, വെസ്റ്റ് ഡൽഹി, ന്യൂഡൽഹി സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിയാണ് മത്സരിക്കുന്നത്. 7 സീറ്റിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ബി.ജെ.പി. പ്രചാരണ രംഗത്ത് ഏറെ മുന്നിലാണ്. ബൂത്ത് തല പ്രചാരണമടക്കം ഇതിനോടകം ബി.ജെ.പി. തുടങ്ങിക്കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ബി.ജെ.പി. അധ്യക്ഷൻ ജെ.പി. നദ്ദ, മുതിർന്ന കേന്ദ്രമന്ത്രിമാർ എന്നിവർ പങ്കെടുക്കുന്ന റാലികളും ബി.ജെ.പി. സംഘടിപ്പിക്കും. മദ്യനയക്കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇ.ഡി. അറസ്റ്റ് ചെയ്തത് തന്നെയാണ് ഡൽഹിയിലെ പ്രധാന പ്രചാരണ വിഷയം. കെജ്രിവാൾ അഴിമതിക്കാരനെന്ന് ബി.ജെ.പി. ആരോപിക്കുമ്പോൾ കെജ്രിവാളിനെ ബി.ജെ.പി. കുടുക്കിയതാണെന്ന ആരോപണമാണ് ആം ആദ്മി പാർട്ടിയുടേത്. മെയ് 25-ന് 6ാം ഘട്ടത്തിലാണ് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയെന്ന പരാതി ആം ആദ്മി പാർട്ടിക്കുണ്ട്. CPI-യിൽ നിന്നും കോൺഗ്രസിലെത്തിയ മുൻ JNU വിദ്യാർത്ഥി നേതാവും ബീഹാർ സ്വദേശിയുമായ കനയ്യകുമാറിനെ കോൺഗ്രസ് ഡൽഹിയിൽ നിന്ന് മത്സരിപ്പിച്ചേക്കും. മഹിളാ കോൺഗ്രസ് ദേശീയ അധ്യക്ഷ അൽക്ക ലാംബ, മുൻ MP സന്ദീപ് ദീക്ഷിത്, PCC അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലൗലി എന്നിവരെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളാക്കാൻ പരിഗണിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.